നമസ്കാരം. കേന്ദ്ര സർക്കാരിന്റെ പുതിയ നയരൂപീകരണങ്ങളുടെയൊക്കെ തന്നെ ഭാഗമായിട്ട് നാളെ ഏപ്രിൽ 13 തിങ്കളാഴ്ച മുതൽ രാജ്യത്തെ പാചകവാതക വിതരണ മേഖലയിൽ വരാനിരിക്കുന്ന സുപ്രധാനമായ മാറ്റങ്ങളെക്കുറിച്ച് ഓരോ പൗരനും കൃത്യമായ ധാരണ ഉണ്ടായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നിലവിൽ നാം വീടുകളിൽ ഉപയോഗിച്ചു വരുന്ന ഇൻഡെയിൻ, HP, ഭാരത് ഗ്യാസ് തുടങ്ങിയ സിലിണ്ടറുകളുടെയൊക്കെ തന്നെ വിതരണ സമ്പ്രദായത്തിൽ വലിയ തോതിലുള്ള പരിഷ്കാരങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇവിടെ ലക്ഷ്യമിടുന്നത്. പ്രധാനമായിട്ടും പരമ്പരാഗതമായിട്ടുള്ള LPG സിലിണ്ടറുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും കൂടുതൽ സുരക്ഷിതവും അതോടൊപ്പം തന്നെ ലാഭകരവുമായിട്ടുള്ള പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസ് അഥവാ PNG സംവിധാനത്തിലേക്ക് ജനങ്ങളെ ഘട്ടം ഘട്ടമായിട്ട് മാറ്റുകയുമാണ് ഈ പുതിയ നിർദ്ദേശങ്ങളുടെ പ്രാഥമിക ലക്ഷ്യം. ഇതിൻ്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ സിലിണ്ടർ ബുക്കിങ്ങിലും വിതരണത്തിലും കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളൊക്കെ തന്നെ നടപ്പിലാക്കാൻ അധികൃതർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ സിറ്റി ഗ്യാസ് പദ്ധതി നിലവിലുള്ള അല്ലെങ്കിൽ പുതുതായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളിലെ താമസക്കാർക്ക് കേന്ദ്ര സർക്കാർ അതീവ ജാഗ്രത നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. നിങ്ങളുടെ പ്രദേശത്തു കൂടി PNG പൈപ്പ് ലൈനുകളൊക്കെ തന്നെ കടന്നു പോകുന്നുണ്ടെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ ഗാർഹിക ആവശ്യങ്ങൾക്കോ വ്യാവസായിക ആവശ്യങ്ങൾക്കോ വേണ്ടിയിട്ടുള്ള കണക്ഷൻ അത് നിർബന്ധമായിട്ടും എടുത്തിരിക്കണം. നിശ്ചിത സമയപരിധിക്കുള്ളിൽ പൈപ്പ്ഡ് ഗ്യാസ് കണക്ഷൻ സ്വീകരിക്കാത്ത വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും നിലവിലുള്ള LPG സിലിണ്ടറുകളുടെയൊക്കെ തന്നെ വിതരണം അത് പൂർണ്ണമായിട്ടും നിർത്തലാക്കുമെന്ന കർശനമായിട്ടുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇന്ധന വിതരണത്തിലെ സുതാര്യത ഉറപ്പാക്കാനും അതോടൊപ്പം തന്നെ സിലിണ്ടറുകളൊക്കെ തന്നെ കൈകാര്യം ചെയ്യുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഒഴിവാക്കാനും ഈ ഒരു പരിഷ്കാരം അനിവാര്യമാണെന്നാണ് സർക്കാർ നിലപാട്. രാജ്യത്തെ ഗ്യാസ് സിലിണ്ടറുകളുടെയൊക്കെ തന്നെ വിതരണത്തിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനായിട്ട് ബുക്കിംഗ് കാലാവധിയിൽ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ അത് ഇനിയും തുടരുമെന്ന് ഇപ്പോൾ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ഉപഭോക്താക്കൾക്ക് ഒരു സിലിണ്ടർ ലഭിച്ച ശേഷം അടുത്ത ബുക്കിങ്ങിനായിട്ട് കുറഞ്ഞത് 25 ദിവസമെങ്കിലും കാത്തിരിക്കേണ്ടി വരും. അതായത് 26-ാം ദിവസം മാത്രമേ പുതിയ ബുക്കിംഗ് പോർട്ടലുകളൊക്കെ തന്നെ തുറന്നു ലഭിക്കുകയുള്ളൂ. എന്നാൽ ഗ്രാമപ്രദേശങ്ങളിൽ ഈ ഇടവേള 45 ദിവസമാണ്. ഗ്രാമങ്ങളിലെ ഉപഭോക്താക്കൾക്ക് 46-ാം ദിവസം മാത്രമേ അടുത്ത റീഫില്ലിനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കൂ. പാചകവാതകത്തിൻ്റെ അനാവശ്യമായ പൂഴ്ത്തിവയ്പ് തടയാനും അർഹരായിട്ടുള്ള എല്ലാവർക്കും ഇന്ധനം ലഭ്യമാക്കാനുമാണ് ഇത്തരമൊരു കാലയളവ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. സിലിണ്ടർ ബുക്കിംഗ് പ്രക്രിയ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായിട്ട് ടെക്നോളജി അധിഷ്ഠിതമായിട്ടുള്ള സംവിധാനങ്ങളാണ് വിതരണ കമ്പനികൾ ഇപ്പോൾ നടപ്പിലാക്കുന്നത്. ഉപഭോക്താക്കൾ ടോൾ ഫ്രീ നമ്പറുകൾ വഴിയോ ആപ്പുകൾ വഴിയോ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിശ്ചിത ഇടവേള പൂർത്തിയായിട്ടില്ല എങ്കിൽ സിസ്റ്റം ഓട്ടോമാറ്റിക്കായി കോൾ വിച്ഛേദിക്കുന്ന രീതിയാണ് നിലവിലുള്ളത്. ഇതിന് പിന്നാലെ അടുത്ത ബുക്കിംഗ് എന്ന് നടത്താനായിട്ട് സാധിക്കുമെന്നും നിലവിലെ സ്റ്റാറ്റസ് എന്താണെന്നും വ്യക്തമാക്കുന്ന ഔദ്യോഗിക SMS അലേർട്ടുകൾ ഉപഭോക്താവിൻ്റെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് എത്തിച്ചേരുന്നതാണ്. ബുക്കിംഗ് സംബന്ധിച്ച ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ ഇത്തരം സന്ദേശങ്ങൾ വളരെ ശ്രദ്ധാപൂർവം പരിശോധിക്കണമെന്നും റീഫിൽ തീയതികൾ കൃത്യമായി കുറിച്ചു വെക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പാചകവാതകത്തിന് പകരമായിട്ട് വൈദ്യുതി ഉപയോഗിച്ചുള്ള പാചക രീതികളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ എനർജി എഫിഷ്യൻസി സർവീസസ് ലിമിറ്റഡ് EESL എന്ന പൊതുമേഖലാ സ്ഥാപനവുമായിട്ട് ചേർന്നുകൊണ്ട് കേന്ദ്ര സർക്കാർ വിപുലമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് രാജ്യത്തുടനീളം ഇൻഡക്ഷൻ കുക്ക് ടോപ്പുകളുടെ വിതരണം ഊർജിതമാക്കാനായിട്ട് തീരുമാനമായിരിക്കുകയാണ്. വിപണിയിൽ ഇൻഡക്ഷൻ സ്റ്റൗകൾക്ക് വൻ ഡിമാൻഡ് ഇപ്പോൾ അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ കുറഞ്ഞ വിലയിലും ഗുണമേന്മയുള്ളതുമായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ തന്നെ സാധാരണക്കാരിലേക്ക് എത്തിക്കുകയാണ് ഇതിലൂടെ പ്രധാന ലക്ഷ്യം. പലിശരഹിത വായ്പ അടിസ്ഥാനത്തിൽ അതായത് ഇൻട്രസ്റ്റ് ഫ്രീ ഇൻസ്റ്റാൾമെൻറ്റിലൂടെ ഇൻഡക്ഷൻ സ്റ്റൗകൾ ലഭ്യമാക്കുന്ന പ്രക്രിയയ്ക്ക് കേന്ദ്ര സർക്കാർ ഇതിനോടകം തന്നെ തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഇത് ഇന്ധന ചെലവ് കുറയ്ക്കാൻ വലിയ രീതിയിൽ സഹായകമായി മാറും. ഈ പുതിയ പദ്ധതിയുടെ ആദ്യഘട്ടമെന്ന നിലയിൽ നിലവിൽ മാർഗനിർദ്ദേശങ്ങളും രൂപരേഖകളുമൊക്കെ തന്നെ മാത്രമാണ് പുറത്തിറക്കിയിട്ടുള്ളത്. ഇൻഡക്ഷൻ കുക്ക് ടോപ്പുകളുടെ വിതരണം എപ്പോൾ ആരംഭിക്കുമെന്നും എവിടെയാണ് ഇതിനായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നും സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നതാണ്. ഉപഭോക്താക്കൾക്ക് ലളിതമായിട്ടുള്ള ഗഡുക്കളായിട്ട് തുക തിരിച്ചടയ്ക്കാനുള്ള സൗകര്യം ഇതിലൂടെ ലഭ്യമാവുകയും ചെയ്യും. ഗ്യാസ് സിലിണ്ടറുകളുടെ ഉപയോഗം ക്രമാനുഗതമായിട്ട് കുറയ്ക്കാനും ഊർജ്ജ സ്വയം പര്യാപ്തത കൈവരിക്കാനുമുള്ള സർക്കാരിൻ്റെ നീക്കങ്ങളോടെ പൊതുജനങ്ങൾ സഹകരിക്കേണ്ടത് ഇവിടെ വളരെ അത്യാവശ്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചത്. ഇത് മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത്തരം സുപ്രധാനമായ അറിയിപ്പുകളും സർക്കാർ പദ്ധതികളും കൃത്യസമയത്ത് അറിയുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാവരും ഫോളോ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.